പ്രിയമുള്ളവരെ, ദാനധർമ്മത്തിൻ്റെ നൈതിക സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പ്രസിദ്ധീകരിക്കാതെ ദാനം ചെയ്യുവാനായി നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ദാനധർമ്മത്തെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു മാറ രോഗമാണ് അത്. 10 പേർ അറിഞ്ഞ് ചെയ്യുക, അതുവഴി ദാനം സ്വീകരിക്കുന്നവരെ സമൂഹത്തിൽ അവഹേളിക്കുക എന്നുള്ളത്. യേശുക്രിസ്തു നമ്മളോട് പറയുന്നു, നീ ദാനം ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ്, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതിൻ്റെ തത്വം. രണ്ടാമതായി, ദാനധർമ്മം നൽകുന്നവരെ ബാധിക്കുന്ന ഒരു മാറാരോഗമാണ് അഹങ്കാരം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സമൂഹത്തിൽ നമ്മളെ ബാധിക്കുവാൻ സാധ്യതയുള്ളതാണ് അഹങ്കാരം. അഹങ്കാരം നമുക്കുണ്ടാകുവാൻ പാടില്ല. മൂന്നാമതായി, യഥാർത്ഥ ആവശ്യക്കാരെ കണ്ടെത്തി വേണം നമ്മൾ ദാനധർമ്മം നൽകുവാനായി. പലപ്പോഴും സ്വീകരിക്കുവാനായി വരുന്നവർ അതൊരു ജീവിത മാർഗമായി കരുതി അവർ അലസരായി പോവുകയും അങ്ങനെ യഥാർത്ഥ ആവശ്യക്കാരിൽ ദാനധർമ്മം എത്താതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി, നമ്മൾ പ്രാധാന്യത്തോടെ പുലർത്തേണ്ടതാണ്, നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അവിടെ മാനവികമായ ഒരു ബഹുമാനം പുലർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെ നമ്മൾ സഹായിക്കുന്നത് അവർ നമ്മളെക്കാൾ താഴ്ന്നവരായിട്ടല്ല, അവരിലെ മാനുഷിക ബഹുമാനം നിലനിർത്തി വേണം നമ്മളത് ചെയ്യുവാനായി. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്ന് ആത്മപരിശോധന നടത്തുവാൻ ഇടയാകണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.